പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം 98-ലല്ലേ പൊഖ്രാൻ നടത്തിയത്. അന്ന് നമ്മൾ നടത്തിയപ്പോൾ നമുക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. എങ്ങും എത്തിയില്ല. ഇല്ല, ആ ഉപരോധമൊക്കെ പിൻവലിച്ച് ഏറ്റവും അവസാനം അമേരിക്ക നമ്മുടെ വയ്യാലെ വന്നിട്ട് പറഞ്ഞു നമുക്ക് കൂട്ടാകാം എന്ന് പറഞ്ഞ് തോളത്ത് കൈയൊക്കെ ഇട്ടുകൊണ്ട് നടന്നു പോകുന്ന സമയത്താണ് ഇപ്പൊ ഈ ട്രംപിന് ഈ പ്രശ്നം വന്നത്. അതെ, ഈ പറയുന്ന പോലെ എന്ത് പറഞ്ഞാലും ഈ 145 കോടി ജനങ്ങളെന്ന് പറയുന്നതും അവർ ഒരുമിച്ചൊരു രാഷ്ട്രത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നതും ചിലർക്കാരിയൊന്നുമല്ല. അതൊരു ലോകത്ത് മറ്റ് ഒരു വളരെ കരുത്തുറ്റ അതൊരു വലിയ സോഫ്റ്റ് പവറും കൂടെയാണ്. അത് അത്ര എളുപ്പമൊന്നും, പ്രത്യേകിച്ചും ആഭ്യന്തരമായിട്ടുള്ള കച്ചവടം അത് വളരെ വലുതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊന്നും ഇന്ത്യയെ ഇല്ലാതാക്കാനൊന്നും അത്ര എളുപ്പത്തിൽ മുട്ടുകുത്തിക്കാനൊന്നും കഴിയില്ല. ഇല്ല, പറ്റില്ല. യാതൊരു സംശയമില്ലാത്ത കാര്യവുമാണ്. നരേന്ദ്രമോദി 2014 ടൂറിന് പോകുന്നു, പ്രധാനമന്ത്രി ആയിരിക്കും നാടൊന്ന് കറങ്ങിയേക്കാന്നും പറഞ്ഞുകൊണ്ട് കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ നടക്കുന്നത്? ഈ ട്രംപ് ഈ ബഹളം എല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നാട്ടുകാരാണ് എണീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയോട് ഈ കാണിക്കുന്നത് ശരിയല്ല, ഇന്ത്യയോട് ഈ കാണിക്കുന്നത് ശരി. എന്തിന്? ചൈന നമ്മുടെ അഡ്വേഴ്സറിയാണ്. മോദിയുടെയും ജയശങ്കറിന്റെയും ഫോറിൻ പോളിസി തെറ്റാണെന്ന് ഗ്ലോബൽ ടൈംസിൽ എഴുതിയ ടീമാണ് ചൈന. അത് ചൈനീസ് ഭരണകൂടത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ ഗ്ലോബൽ ടൈംസിൽ ഒരു അക്ഷരം പതിയില്ല, ഒരു വരി വരില്ല. അങ്ങനെയുള്ള ചൈനയാണ് ഓടി വന്നിട്ട് പറയുന്നത് ഇന്ത്യയുടെ സോവറിനിറ്റിയാണ് അവരുടെ, അത് അതിൻ്റെ അകത്ത് കൈകടത്തരുത്, ചൈനയാണ് പറയുന്നത്.